കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ചതുർവിംശതിതമോധ്യായഃ. ഇതില് ഇന്ദ്രന് വേണ്ടി നന്ദഗോപർ തുടങ്ങിയവർ യാഗം നടത്താൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവർ അതിനുള്ള ഒരുക്കങ്ങൾ കൂട്ടിയപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, ഇതെന്താണ് ചെയ്യുന്നത്? അപ്പോൾ നന്ദഗോപർ പറഞ്ഞു, ഇന്ദ്രനാണ് നമുക്ക് മഴ തരുന്നത്, അതുകൊണ്ട് ഇന്ദ്രന് വേണ്ടി നാം യാഗം നടത്തണം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇന്ദ്രനല്ല മഴ പെയ്യുന്നത്, മേഘങ്ങളാണ് മഴ പെയ്യുന്നത്. ഇന്ദ്രനെ ആരാധിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. സ്വഭാവസിദ്ധമായ കർമ്മമാണ് എല്ലാത്തിനും കാരണം. അതുകൊണ്ട് കർമ്മത്തെയാണ് പൂജിക്കേണ്ടത്. കർമാനുസരണമല്ലാതെ യാതൊരുവനും ഒരു ഫലവും ഭഗവാൻ കൊടുക്കുകയില്ല എന്ന് നന്ദഗോപരെ ധരിപ്പിക്കുന്നു. അത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകൗവാച ഭഗവാനവി തത്രൈവ ബലദേവേന സംയുതഃ അപശ്യന്നിവസൻ ഗോപാൻ ഇന്ദ്രയാഗകൃതോദ്യമാൻ. ഭഗവാൻ അപി തത്ര ഏവ ബലദേവേന സംയുതഃ അപശ്യൻ നിവസൻ ഗോപാൻ ഇന്ദ്രയാഗ കൃത ഉദ്യമാൻ. ഭഗവാനും ബലദേവേന ബലരാമനോട് സംയുത ചേർന്നവനായിട്ട് തത്രയേവ ഗോകുലത്തിൽ തന്നെ നിവസൻ വസിക്കുന്നവരായിട്ട് ഇന്ദ്രയാഗ കൃതോദ്യമാൻ ഇന്ദ്രയാഗം ചെയ്യാൻ പരിശ്രമിക്കുന്ന ഗോപന്മാരെ കണ്ടു. അപ്പോൾ ഭഗവാൻ അങ്ങനെ ബലരാമനുമൊത്ത് വ്രജത്തിൽ താമസിക്കുന്ന ഒരു ദിവസം ഗോപന്മാർ ഇന്ദ്രനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി യാഗം ചെയ്യുന്നതിനുള്ള സംഭാരങ്ങൾ ശേഖരിക്കുന്നതായിട്ട് കണ്ടു. ഭഗവാനപി തത്രൈവ ബലദേവേന സംയുതഃ അപശ്യൻ ദിവസൻ ഗോപാൻ ഇന്ദ്രയാഗകൃതോദ്യമാൻ. ശ്ലോകം 2. തദഭിജ്ഞോപി ഭഗവാൻ സർവാത്മാ സർവദർശനഃ പ്രശ്രയാവനതോ അപൃച്ഛത് വൃദ്ധാൻ നന്ദ പുരോഗമാൻ. തത് അഭിജ്ഞഃ അപി ഭഗവാൻ സർവാത്മാ സർവദർശനഃ പ്രശ്രയ അവനതഃ അപൃച്ഛത് വൃദ്ധാൻ നന്ദ പുരോഗമാൻ. തദഭിജ്ഞാഭി അതിനെ അറിഞ്ഞിരിക്കുന്നവനാണെങ്കിലും, ഭഗവാൻ സർവജ്ഞനാണല്ലോ, ഭഗവാനെ എല്ലാം അറിയാം. എങ്കിലും സർവാത്മാവായും സർവദർശനക സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നവനുമായ, എല്ലാത്തിനും സാക്ഷിയാണല്ലോ ഭഗവാൻ. ആ ഭഗവാൻ കൃഷ്ണൻ പ്രശ്രയാവനത വിനയത്തോടുകൂടി നമസ്കരിച്ചിട്ട്, ഒന്നും അറിയാത്തവനെ പോലെ നമസ്കരിച്ചിട്ട് നന്ദ പുരോഗമാൻ നന്ദൻ മുതലായ വൃദ്ധന്മാരോട് അപൃച്ഛത് ചോദിച്ചു. അപ്പം നിങ്ങളിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒന്നും അറിയാത്തവനെ പോലെ, എല്ലാം അറിയുന്നവനാണെങ്കിലും ഒന്നും അറിയാത്തവനെ പോലെ അവരോട് ഭഗവാൻ ചോദിക്കുന്നു. തദഭിജ്ഞോപി ഭഗവാൻ സർവാത്മാ സർവദർശനഃ പ്രശ്രയാവനതോ അപൃച്ഛത് വൃദ്ധാൻ നന്ദപുരോഗമാൻ. ശ്ലോകം 3. കഥ്യഥാ മേ പിതാ കോയം സംഭ്രമോ വാ ഉപാഗതഃ കിം ഫലം കസ്യ ചോദ്ദേശ കേന വാ സാധ്യതേ മഖഃ.
കഥ്യതാം മേ പിതഃ കഹ അയം സംഭ്രമഃ വ ഉപാഗതഃ കിം ഫലം കസ്യ ച ഉദ്ദേശഃ കേന വാ സാധ്യതേ മഖഃ. മേ എൻ്റെ പിതഃ പിതാവേ, വഹ നിങ്ങൾക്ക്, ഉപാഗതഃ പ്രാപിച്ചിരിക്കുന്ന, അയം സംഭ്രമഃ ഈ സംഭ്രമം, കഹ എന്താണ്, മേ എന്നോട് കഥ്യതാം പറയണം. അപ്പോൾ എല്ലാവരും വളരെ പരിശ്രമിച്ച് സംഭാരങ്ങളൊക്കെ കൂട്ടുകയാണ് ഇന്ദ്രയാഗത്തിന് വേണ്ടി. അപ്പോൾ എന്തിനാണ് പിതാവേ നിങ്ങൾ ഇങ്ങനെ സംഭ്രമം കാണിക്കുന്നത്? അത് എന്താണെന്ന് എന്നോട് പറയണം. കിം ഫലം എന്ത് പ്രയോജനമാണ്, കസ്യ ആരുടെ നേരെ, ഉദ്ദേശം, മഖഃ യാഗം, ഈ യാഗം ആർക്കു വേണ്ടിയാണ് നടത്തുന്നത്, കേനവ ആരാൽ സാധിക്കപ്പെടുന്നു. അപ്പോൾ ഇത് എന്തിനാണ്, ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്, ഇത് ആർക്കു വേണ്ടിയാണ് ഈ യാഗം നടത്തുന്നത്, എന്തിനാണ് നടത്തുന്നത് എന്നൊക്കെ ഭഗവാൻ നന്ദഗോപരോട് ചോദിക്കുകയാണ്. അല്ലയോ പിതാവേ, എന്നോട് പറഞ്ഞു തരണം എന്ന് പറയുന്നു. കഥ്യതാമേ പിതക്കോയം സംഭ്രമോ വാ ഉപാഗതഃ കിം ഫലം കസ്യ ചോദ്ദേശ കേന വാ സാധ്യതേ മഖഃ. ശ്ലോകം 4. ഏതദ് ബ്രൂഹി മഹാൻ കാമോ മഹ്യം ശുശ്രൂഷവേ പിതഃ നഹി ഗോപ്യം ഹി സാധൂനാം കൃത്യം സർവാത്മനാമിഹ. ഏതദ് ബ്രൂഹി മഹാൻ കാമഃ മഹ്യം ശുശ്രൂഷവേ പിതഃ നഹി ഗോപ്യം ഹി സാധൂനാം കൃത്യം സർവാത്മനാം ഇഹ. മഹാൻ വലുതായ കാമഃ ആഗ്രഹം ദൃശ്യതേ കാണപ്പെടുന്നു. ഹേ പിതാവേ, അങ്ങേക്ക് എന്തോ വലുതായ ആഗ്രഹമുണ്ടായ എന്നെനിക്ക് തോന്നുന്നു. പിതാവേ, ശുശ്രൂഷവ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മഹ്യം എനിക്കായിക്കൊണ്ട് ഏതത് ഇതിനെ ബ്രൂഹി പറഞ്ഞാലും. അപ്പം അങ്ങ് എന്തോ ആഗ്രഹിച്ചാണ് ഇവിടെ വലിയ യാഗം നടത്താൻ പോകുന്നത്. അത് എന്താണെന്ന് എന്നോട് പറഞ്ഞാലും. ഇഹ ഈ ലോകത്തിൽ സർവാത്മനാം സർവത്തിലും ആത്മഭാവത്തോടു കൂടിയ സാധൂനാം സാധുക്കളുടെ കൃത്യം പ്രവൃത്തി ഗോപ്യം നഹീം ഗോപനം ചെയ്യത്തക്കതല്ല. അപ്പം സജ്ജനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും ഒളിച്ചു വെക്കേണ്ടതല്ല. അപ്പം അതുകൊണ്ട് ഈ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞാലും. അപ്പോൾ എല്ലാത്തിലും വസിക്കുന്ന ഏകനായ ആത്മാവ് തന്നെ അറിഞ്ഞിരിക്കുന്ന, അപ്പോൾ എല്ലാത്തിലും വസിക്കുന്ന ആത്മാവ് ഇതെല്ലാം അറിയുകയാണ്. അപ്പം അതുകൊണ്ട് മഹാന്മാർ ചെയ്യുന്ന കർമ്മം എല്ലാവർക്കും അറിയണം. അതുകൊണ്ട് ഇതെന്താണെന്ന് എന്നോട് പറഞ്ഞു തരണം. ഏതദ് ബ്രൂഹി മഹാൻ കാമോ മഹ്യം ശുശ്രൂഷവേ പിതഃ നഹി ഗോപ്യം ഹി സാധൂനാം കൃത്യം സർവാത്മനാമിഹ. ശ്ലോകം 5. സ്വപരം ദൃഷ്ടീനാം അമിത്രോദാസ്ത വിദ്വിഷാം ഉദാസീനോ അരിവത് വർജ്യ ആത്മവത് സുഹൃത് ഉച്യതേ. സ്വ അപരദൃഷ്ടീനാം അപരദൃഷ്ടീനാം അമിത്ര ഉദാസ്ത വിദ്വിഷാം ഉദാസീനഃ അരിവത് വർജ്യ ആത്മവത് സുഹൃത് ഉച്യതേ. സ്വ അപരദൃഷ്ടീനാം സ്വന്തം എന്നും അപര അന്യനെന്നുമുള്ള വിചാരം ഇല്ലാത്തവരും അമിത്രോ ഉദാസ്ത വിദ്വിഷ ബന്ധു, ഉദാസീനൻ, ശത്രു എന്ന ഭേദം ഇല്ലാതിരിക്കുന്നവർക്ക് ഇത് രഹസ്യമായി വയ്ക്കേണ്ടതല്ല. ഉദാസീനൻ അരിവത്
ശത്രു എന്ന പോലെ വർജിക്കപ്പെടേണ്ടവനാണ്. സുഹൃത്ത് ആത്മാവിന് തുല്യമാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ എല്ലാറ്റിലും ഏകനായ ആത്മാവ് വസിക്കുന്നു എന്നറിഞ്ഞവർക്ക് താനെന്നും അന്യനെന്നും, ഒരുവൻ മിത്രമെന്നും മറ്റൊരുവന് ഉദാസീനനെന്നും വേറൊരുവൻ ശത്രുവെന്നുമുള്ള വിചാരമില്ലാത്ത സാധുക്കൾക്ക് രഹസ്യമായ കർമ്മമൊന്നും ഇല്ല. അതായത് അഥവാ ഭേദഭാവന ഉണ്ടെങ്കിൽ ഉദാസീനനെ ശത്രുവിനെ പോലെ കരുതണം. താൻ ആരംഭിക്കുന്ന കാര്യത്തെ ശത്രുവിനെ അറിയിക്കരുത്, ഉദാസീനനെയും അറിയിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഉദാസീനൻ ഒരു സമയം വൈഷമ്യം ഏതൊന്നും ആലോചിക്കാതെ തൻ്റെ ഉദ്ദേശം പുറത്തു പറഞ്ഞാൽ മന്ത്രഭേദ നിമിത്തം തനിക്ക് കാര്യദോഷം നേരിട്ടു എന്ന് വരാം. എന്നാൽ സുഹൃത്തുക്കളെ ആത്മദൃശൻ ആകയാൽ കാര്യാലോചനയിൽ സുഹൃത്തിനെ വർജിക്കരുത്. സുഹൃത്തുക്കളോട് എല്ലാം പറയണം എന്ന് പറയുകയാണ്. അസ്തസ്വപരദൃഷ്ടീനാം അമിത്രോദാസ്ത വിദ്വിഷാം ഉദാസീനോ അരിവദ്വർജ്യ ആത്മവത് സുഹൃത്തുച്യതേ. ശ്ലോകം 6. ജ്ഞാത്വാ ജ്ഞാത്വാ ച കർമാണി ജനോയം അനുതിഷ്ഠതി വിദുഷ കർമ്മ സിദ്ധി സ്യാത് തഥാ നാവിദുഷോ ഭവേത്. ജ്ഞാത്വാ അജ്ഞാത്വാ ച കർമാണി ജനഃ അയം അനുതിഷ്ഠതി വിദുഷഃ കർമ്മസിദ്ധിഃ സ്യാത് തഥാ ന അവിദുഷഃ ഭവേത്. അയം ജനഃ ഈ ലോകം ജ്ഞാത്വാ അറിഞ്ഞിട്ടും അജ്ഞാത്വാ ച അറിയാതെയും കർമാണി കർമ്മങ്ങളെ അനുതിഷ്ഠതി ചെയ്യുന്നു. അപ്പോൾ ജനങ്ങൾ സാധാരണ ജനം കർമ്മ സ്വഭാവം അറിഞ്ഞും അറിയാതെയും കർമ്മം ചെയ്യും. വിദുഷ അറിഞ്ഞവന് കർമ്മസിദ്ധി കർമ്മത്തിന്റെ ഫലാനുഭവം ഭവിക്കും. നന്നായി വിദ്വാനാണെങ്കിലോ നന്നായി അറിഞ്ഞ ശേഷം പ്രവൃത്തി ആരംഭിക്കും. അതിൻ്റെ ഫലവും അവന് ശരിക്ക് സിദ്ധിക്കുകയും ചെയ്യും. അവിദുഷ അറിയാത്തവന് തഥാനഭവേ അപ്രകാരം ഭവിക്കുകയില്ല. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്യുന്നവൻ അവന് ഫലം സിദ്ധിക്കും, അറിയാതെ ചെയ്യുന്നവന് യാതൊരു ഫലവും സിദ്ധിക്കുകയില്ല. കർമ്മസാരം അറിയാതെ പ്രവർത്തിക്കുന്നവർക്ക് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്കെന്ന പോലെ കർമ്മഫലം സിദ്ധിക്കുകയില്ല. ജ്ഞാത്വാ അജ്ഞാത്വാ ച കർമാണി ജനോയം അനുതിഷ്ഠതി വിദുഷ കർമ്മ സിദ്ധി സ്യാത് തഥാ നാവിദുഷോ ഭവേത്. ശ്ലോകം 7. തത്ര താവത് ക്രിയായോഗോ ഭവതാം കിം വിചാരിതഃ അഥാ ലൗകികസ്തന്മേ പൃച്ഛത സാധു ഭണ്യതാം. തത്ര താവത് ക്രിയായോഗഃ ഭവതാം കിം വിചാരിതഃ അഥവാ ലൗകികഃ തന്മേ പൃച്ഛതഃ സാധു ഭണ്യതാം. തത്ര താവത് അതിലിപ്പോൾ ഭവതാം ഭവാന്മാരുടെ ക്രിയായോഗ കർമാരംഭം വിചാരിതാക്കി ആലോചിക്കപ്പെട്ടു തന്നെയോ അഥവാ പക്ഷേ ലൗകികമോ. അപ്പോൾ ആദ്യം അവരൊന്നും പറയാതിരുന്നപ്പോൾ കുറെ കൂടി ഗൗരവത്തോടെ ഭഗവാൻ ചോദിക്കുകയാണ്. അതായത് ഒരു കുട്ടിയല്ലേ ചോദിക്കുന്നത്, അതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ആരംഭിക്കുന്ന കർമ്മം ശാസ്ത്രീയമായ രീതിയിൽ ആലോചിച്ച് തീർച്ചപ്പെടുത്തിയതോ അതോ ലോകരീതി അനുസരിച്ച് പരമ്പരാഗത ക്രമത്തിൽ നടത്തിയതാണോ? പൃച്ഛത എന്ന് ചോദിക്കുന്ന അമ്മേ, എന്നോട് സാധു യുക്തിപൂർവം അത് ഭണ്യതാം പറയണം. അപ്പം നിങ്ങൾ കർമ്മം ആലോചിച്ച് ചെയ്തതാണോ അതാ പരമ്പരാഗതമായി നിങ്ങൾ ചെയ്തു പോകുന്നതിനെ ചെയ്യുന്നതാണോ എന്ന് നിങ്ങൾ എന്താണെന്ന് എന്നോട് പറയണം. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ,
അത് യുക്തിപൂർവമായി തന്നെ എന്നോട് പറഞ്ഞു തരണം. തത്ര താവത് ക്രിയായോഗോ ഭവതാം കിം വിചാരിതഃ അഥാ ലൗകികസ്തന്മേ പൃച്ഛത സാധു പണ്യതാം. ശ്ലോകം 8. നന്ദ ഉവാച പർജന്യോ ഭഗവാനിന്ദ്രോ മേഘാ തസ്യാത്മമൂർത്തയഃ തേ അഭിവർഷതി ഭൂതാനാം പ്രാണനം ജീവനം പയഃ. പർജന്യഃ ഭഗവാൻ ഇന്ദ്രഃ മേഘാഃ തസ്യ ആത്മമൂർത്തയഃ തേ അഭിവർഷന്തി ഭൂതാനാം പ്രാണം ജീവനം പയഃ. ഭഗവാൻ ഐശ്വര്യപൂർണനായ ഇന്ദ്രൻ പർജന്യ വർഷത്തിൻ്റെ മഴയുടെ അധിപനാകുന്നു. മേഘങ്ങൾ തസ്യ അവൻ്റെ ആത്മമൂർത്തയ ആത്മാവിനെ പോലെ ഇഷ്ടപ്പെട്ട മൂർത്തികളാകുന്നു. തേ അവ ഭൂതാനാം ഭൂതങ്ങൾക്ക് പ്രാണശക്തിയെ നൽകുന്നതും ജീവനം ജീവാധാരം ആയിരിക്കുന്നതുമായ പയഹ ജലത്തെ അഭിവർഷതി 4 ഭാഗത്തും വർഷിക്കുന്നതുമാണ്. അപ്പോൾ നന്ദഗോപർ പറയുകയാണ്, സ്വർഗത്തിൻ്റെ അധിപതിയായ ഇന്ദ്രൻ മഴയുടെ അധിഷ്ഠാന ദേവതയാണ്. മേഘങ്ങൾ ഇന്ദ്രൻ്റെ പ്രിയപ്പെട്ട മൂർത്തിയാണ്. സ്വദേഹത്തോട് എത്ര പ്രിയമുണ്ടോ അത്ര പ്രേമത്തോടെ ലാളിച്ചു പോരുന്ന ആശ്രിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവയാണ് മേഘങ്ങൾ. അപ്പോൾ സകല ചരാചരങ്ങൾക്കും പ്രാണനും ജീവനും ബലവും സംതൃപ്തിയും നൽകുന്നത് ജലമാണല്ലോ. ജലം നൽകുന്നത് മേഘമാണല്ലോ. അപ്പോൾ മേഘത്തിൻ്റെ മൂർത്തി ആരാണ്? ഇന്ദ്രനാണ്. ഇന്ദ്രൻ വർഷത്തിൻ്റെ മഴയുടെ അധിഷ്ഠാന ദേവതയാണ്. മേഘങ്ങൾ ഇന്ദ്രൻ്റെ പ്രിയപ്പെട്ട മൂർത്തിയാണ്. അതുകൊണ്ടാണ് ഇന്ദ്രന് യാഗം നടത്തുന്നത്. നന്ദ ഉവാച പർജന്യോ ഭഗവാനിന്ദ്രോ മേഘാസ്തസ്യാത്മമൂർത്തയ തേ അഭിവർഷന്തി ഭൂതാനാം പ്രാണനം ജീവനം പയഃ. ശ്ലോകം 9. തം താതാ വയമന്യേ ച വാർമുജാം പതിമീശ്വരം ദ്രവ്യൈസ്തേതസാ സിദ്ധൈർ യജന്തേ കൃതിപുർനരാഃ. തം താതാ വയമന്യേ ച വാർമുജാം പതിമീശ്വരം ദ്രവ്യൈഃ തദ് രേതസാ സിദ്ധൈഃ യജന്തേ ക്രതുഭിഃ നരാഃ. താതാ, ഹേ പുത്ര, വാർമുജാം മേഘങ്ങളുടെ നാഥനായും ഈശ്വരം നിയന്താവായും ഇരിക്കുന്ന തം അവനെ ഇന്ദ്രനെ വയം ഞങ്ങളും അന്യേ നരക മറ്റു മനുഷ്യരും ജനങ്ങളും തദ്രേതസ അവൻ്റെ വർഷം നിമിത്തമുണ്ടാകുന്ന ജലം കൊണ്ട് സിദ്ധൈഹി ലഭിച്ച ദ്രവ്യ പദാർത്ഥങ്ങൾ കൊണ്ട് നടത്തുന്ന ക്രതുഭി യാഗങ്ങളാൽ യജിക്കുന്നു. അപ്പം നന്ദഗോപർ പറയാണ്, ഹേ പുത്ര, വർഷങ്ങൾ അതായത് മഴ പെയ്യുന്ന മേഘങ്ങളുടെ സ്വാമിയും ഈശ്വരനുമായ ദേവേന്ദ്രനെ ഞങ്ങളും മറ്റുള്ള ജനങ്ങളും യാഗങ്ങൾ കൊണ്ട് ആരാധിക്കുന്നു. അതിനു വേണ്ടിയുള്ള അന്നാദി പദാർത്ഥങ്ങൾ ഞങ്ങളുടെ സ്വന്തമല്ല. ആ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതും ഞങ്ങൾക്ക് സിദ്ധിക്കുന്നതും ഈ ദേവേന്ദ്രൻ്റെ മഴ നിമിത്തമാണ്. ആ ദേവൻ തരുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് ആദ്യം ആ ദേവനെ തന്നെ പൂജിച്ചില്ലെങ്കിൽ നമ്മൾ നന്ദി ഇല്ലാത്തവരാകുകയില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ദ്രന് പൂജ ചെയ്യുന്നത്. തം താതാ വയമന്യേ ച വാർമുജാം പതിമീശ്വരം ദ്രവ്യൈസ്തദ്രേതസാ സിദ്ധൈർ യജന്തേ കൃതിപുർനരാഃ. ശ്ലോകം 10. തത്ശേഷേണോപജീവന്തി ത്രിവർഗഫലഹേതവേ പുംസാം പുരുഷകാരാണാം പർജന്യഫലഭാവനഃ.
തത് ശേഷേണ ഉപജീവന്തി ത്രിവർഗ ഫലഹേതവേ പുംസാം പുരുഷകാരാണാം പർജന്യ ഫല ഭാവനഃ. ത്രിവർഗ ഫലഹേതവേ, ത്രിവർഗമാകുന്ന ഫലം സിദ്ധിക്കാനായിക്കൊണ്ട്, ത്രിവർഗമെന്ന് വെച്ചാൽ ധർമ്മം, അർത്ഥം, കാമം, അതിൻ്റെ ഫലം സിദ്ധിക്കാനായിക്കൊണ്ട് തത് ശേഷേണ, ആ യാഗത്തിൻ്റെ ശേഷം കൊണ്ട് ഉപജീവന്തി, ഉപജീവിക്കുന്നു. അതായത് ഇന്ദ്രനായി കൽപ്പിച്ച യാഗദ്രവ്യങ്ങളുടെ ഉച്ഛിഷ്ട ഫലം കൊണ്ട് നമ്മൾ ഉപജീവിക്കുന്നു. ഈ വിധം ഇന്ദ്രനെ ആരാധിക്കുന്നതിനാലുള്ള ഫലം ധർമ്മം, അർത്ഥം, കാമം എന്ന് 3 പുരുഷാർത്ഥങ്ങളുടെ പ്രാപ്തിയാകുന്നു. പുംസ, പുരുഷന്മാരുടെ പുരുഷകാരാണ പ്രയത്നങ്ങൾക്ക് പർജന്യ, ഇന്ദ്രൻ ഫലഭാവന, ഫലത്തെ സാധിപ്പിക്കുന്നവനാകുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ യാഗം നടത്തുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? അതിൻ്റെ ഫലം തരും. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് കൃഷി മുതലായ വ്യാപാരം കൊണ്ടാണ്. അതുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? മഴ വേണം. മഴയില്ലായാലോ? മഴയില്ലാഞ്ഞാൽ കൃഷിയാദികളിൽ നിന്ന് നമുക്ക് ഫലം സിദ്ധിക്കുകയില്ല. അപ്പോൾ മഴ പെയ്യിച്ചാലേ, ഇന്ദ്രനാണ് മഴ പെയ്യിപ്പിക്കുന്നത്, മഴ പെയ്യിച്ചാലേ നമുക്ക് അന്നങ്ങൾ കിട്ടുകയുള്ളൂ. തശേഷേണോപജീവന്തി ത്രിവർഗഫലഹേതവേ പുംസാം പുരുഷകാരാണാം പർജന്യ ഫലഭാവനകാം. ശ്ലോകം 11. യേവം വിസൃജേ ധർമ്മം പാരമ്പര്യാഗതം നരഃ കാമാത് ലോഭാത് ഭയാത് ദ്വേഷാത് സവൈനാപ്നോതി ശോഭനം. യേവം വിസൃജേ ധർമ്മം പാരമ്പര്യ ആഗതം നരഃ കാമാത് ലോഭാത് ഭയാത് ദ്വേഷാത് സഹ വൈ ന ആപ്നോതി ശോഭനം. ഏവം, ഇപ്രകാരം പാരമ്പര്യ ആഗതം, പാരമ്പര്യത്തെ അനുസരിച്ച് വന്നതായ ധർമ്മം, ധർമ്മത്തെ യഹ നരഹ, യാതൊരു മനുഷ്യൻ കാമാത്, കാമം കൊണ്ടോ, ലോഭാത്, ലോഭം കൊണ്ടോ, ഭയാത്, ഭയം കൊണ്ടോ, ദേഷ്യം കൊണ്ടോ വിസൃജേ, ഉപേക്ഷിക്കുമോ, സഹ അവൻ, ശോഭനം, സുഖത്തെ, ന ആപ്നോതി വൈ, പ്രാപിക്കുന്നില്ല, നിശ്ചയം. അപ്പോൾ പരമ്പരാഗതമായി നടത്തിവരുന്ന യാഗാദി കർമ്മങ്ങൾ ഭോഗാസക്തി രൂപമായ കാമം കൊണ്ടോ, ലോഭം കൊണ്ടോ, ഭയം കൊണ്ടോ, അതായത് ശത്രുക്കൾ നിമിത്തം മുടക്കം വരുമോ എന്ന ഭയം നിമിത്തമോ ദേവന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെ പൂജിക്കുന്നത് കൊണ്ട് വിശേഷ ഫലമൊന്നും ഉണ്ടാകയില്ല എന്നുള്ള ദേവതാ വിഷയകരമായ ദ്വേഷം നിമിത്തമോ ആരൊരുത്തൻ ഉപേക്ഷിക്കുന്നുവോ അവന് സുഖമുണ്ടാവുകയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ യാഗം നടത്താതിരുന്നാൽ അവന് യാതൊരു സുഖവും കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ പരമ്പരാഗതമായ ഈ യാഗം നടത്തിയേ തീരുകയുള്ളൂ. ഏവം വിസൃജേ ധർമ്മം പാരമ്പര്യാഗതം നര കാമാത് ലോഭാത് ഭയാത് ദ്വേഷാത് സവൈനാപ്നോതി ശോഭനം. ശ്ലോകം 12. ശ്രീശുകവാച വചോ നിശമ്യ നന്ദസ്യ തഥാന്യേഷം വ്രജൗകസാം ഇന്ദ്രായ മന്യും ജനയൻ പിതരം പ്രാഹ കേശവഃ. വചഃ നിശമ്യ നന്ദസ്യ തഥാ അന്യേഷാം വ്രജൗകസാം ഇന്ദ്രായ മന്യും ജനയൻ പിതരം പ്രാഹ കേശവഃ. നന്ദസ്യ, നന്ദന്റെയും തഥാ അപ്രകാരം അന്വേഷ, അന്യരായ വ്രജൗകസ, വ്രജവാസികളുടെയും വചഃ, വാക്കിനെ നിശമ്യ, കേട്ടിട്ട്. അപ്പോൾ നന്ദഗോപർ പറഞ്ഞതിനെ ബലപ്പെടുത്താൻ മറ്റു ഗോപന്മാരും പറഞ്ഞു, ഇങ്ങനെ നടത്തിയാലേ പറ്റുള്ളൂ,
അല്ലെങ്കിൽ നമുക്ക് ദോഷമുണ്ടാകും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞ വചഹ വാക്കിനെ നിശമ്യ കേട്ടിട്ട് ഇന്ദ്രനായിക്കൊണ്ട് മഞ്ഞു ക്രോധത്തെ ജനിപ്പിക്കുന്നവനായി കേശവ കൃഷ്ണൻ പിതാവിനോട് പ്രാഹ പറഞ്ഞു. അപ്പോൾ മറ്റ് ഗോപന്മാരും നന്ദഗോപർ പറഞ്ഞതിനെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് കേട്ട കേശവൻ ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രന് കോപം ഉണ്ടാക്കണമെന്നും ഗർഭമാകുന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇന്ദ്രനെ താഴെ ഇറക്കണമെന്നും കരുതിക്കൊണ്ട് തൻ്റെ പിതാവിനോട് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രന് കുറെ അഹങ്കാരമാണ്, ഇന്ദ്രന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ പറയുകയാണ്. അപ്പോൾ ഇവിടെ കേശവൻ എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നു. കേശവൻ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ക പ്ലസ് ഈശ, കേശവൻ. ക എന്ന് പറയുമ്പോൾ കഹ പ്ലസ് ആ എന്ന് വരും. ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നു, ആ വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു, ഈശൻ ശിവനെ സൂചിപ്പിക്കുന്നു. അപ്പോ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവരെ എല്ലാം സ്വമഹിമയാൽ കീഴടക്കിയിരിക്കുന്ന പരമാത്മസ്വരൂപനായ കൃഷ്ണന് ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? അപ്പോൾ ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ തന്നെ ഈ കേശവൻ തീരുമാനിച്ചു. വചോ നിശമ്യ നന്ദസ്യ തഥാന്യേഷാം വ്രജൗകസാം ഇന്ദ്രായ മന്യും ജനയൻ പിതരം പ്രാഹ കേശവഃ. ശ്ലോകം 13. ഭഗവാനുവാചാം കർമ്മണാ ജായതേ ജന്തു കർമ്മണൈവ ഹി ലീയതേ സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണൈവ അഭിപദ്യതേ. ഇപ്പൊ ഭഗവാൻ പറയാണ്, കർമ്മണ ജായതേ ജന്തു കർമ്മണ ഏവ ഹി ലീയതേ സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണ ഏവ അഭിപദ്യതേ. ഭഗവാൻ പറയാണ്, ജന്തുഹു പ്രാണി കർമ്മണ കർമ്മം കൊണ്ട് ജായതേ ജനിക്കുന്നു. അപ്പൊ ജീവികൾ ജനിക്കുന്ന എന്തുകൊണ്ടാണ്? കർമ്മം കൊണ്ടാണ്. ഓരോരുത്തർ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചാണ് അവരുടെ അടുത്ത ജന്മം നിശ്ചയിക്കുന്നത്. കർമ്മണ ഏവ കർമ്മം കൊണ്ട് തന്നെ ലീയതേ ലയിക്കുകയും ചെയ്യുന്നു. അപ്പം മരണമുണ്ടാകുന്നതും അവരുടെ കർമ്മത്തിനനുസരിച്ചാണ് നിശ്ചയം. സുഖം സുഖവും ദുഃഖം ദുഃഖവും ഭയം പേടിയും ക്ഷേമം അഭയവും കർമ്മണ ഏവ കർമ്മം കൊണ്ട് തന്നെ അഭിപദ്യതയെ പ്രാപിക്കുന്നു. അപ്പോൾ പറയാണ്, ജീവികൾ അവരവരുടെ കർമ്മത്താൽ തന്നെ ദേഹം സ്വീകരിക്കുകയും ജീവിക്കുകയും കർമ്മത്താൽ തന്നെ ദേഹവിയോഗം ഉണ്ടാവുകയും ചെയ്യുന്നു. സുഖം ദുഃഖം ഭയം അഭയം മുതലായവ അവസ്ഥാഭേദങ്ങൾ മുഴുവനും കർമ്മനിമിത്തം ജീവികൾക്ക് ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാവരുടെയും ജീവൻ എന്തുകൊണ്ടാണ്? കർമ്മം കൊണ്ട് മാത്രം തന്നെയാണ്. അപ്പോൾ കർമ്മമാണ് നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ മരണവും അടുത്ത ജന്മവും നിശ്ചയിക്കുന്നത് ആരാണ്? കർമ്മം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാപ്പിക്കുകയാണ്, അച്ഛാ ഇന്ദ്രനല്ല നമ്മൾ യാഗം ചെയ്യേണ്ടത്, കർമ്മത്തിനാണ് യാഗം ചെയ്യേണ്ടത്. കർമ്മം കൊണ്ടാണ് മനുഷ്യർ ജനിക്കുന്നതും മരിക്കുന്നതും എല്ലാം, ജീവിക്കുന്നതും എല്ലാം കർമ്മം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു പാട്ടുണ്ടല്ലോ, ദുഃഖമൊടുക്കുന്ന തമ്പുരാനെ കൃഷ്ണ തൃക്കഴൽ ഞാനിതാ കുമ്പിടുന്നേ, ദുഃഖമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ ദുഃഖമെടുത്തതു ജന്മം മൂലം,
ജന്മമെടുത്തത് എന്ത് മൂലം കൃഷ്ണ, ജന്മമെടുത്തത് കർമ്മം മൂലം. അപ്പൊ ജന്മം എടുത്തത് എന്തുകൊണ്ടാണ്? കർമ്മം കൊണ്ടാണ്. ഇനി കർമ്മമെടുത്തതോ, കർമ്മമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ, കർമ്മമെടുത്തതോ രാഗം മൂലം. അപ്പൊ കർമ്മമെടുത്തത് രാഗം മൂലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയാണ് സേവിക്കേണ്ടത്? കർമ്മത്തിനെയാണ്. അപ്പൊ കർമ്മത്തിന് വേണ്ടിയാണ് നമ്മൾ യാഗങ്ങൾ നടത്തേണ്ടത്. കർമ്മണ ജായതേ ജന്തു കർമ്മണൈവ ഹി ലീയതേ, സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണൈവാഭിപദ്യതേ. വീണ്ടും പറയാണ് ശ്ലോകം 14. അസ്തി ചേതീശ്വര കശ്ചിത് പലരൂപന്യ അകർമ്മണാം കർത്താരം ഭജതേ സോഭി നഹി അകർത്തൃ പ്രഭുർഹി സഹ. അസ്തി ചേത് ഈശ്വരഃ കശ്ചിത് ഫലരൂപ അന്യ അകർമ്മണാം കർത്താരം ഭജതേ സഹ അപി നഹി അകർത്തൃഹു പ്രഭുഹു ഹി സഹ. അന്യകർമ്മണ, അന്യരുടെ കർമ്മങ്ങൾക്ക് ഫലരൂപി, ഫലത്തെ ദാനം ചെയ്യുന്ന, കശ്ചിത് ഈശ്വരഃ, ഒരു ഈശ്വരൻ, അസ്തി ചേ ഉണ്ടെങ്കിൽ, സഹാബി അവനും, കർത്താരം കർത്താവിനെ ഭജതേ ഭജിക്കുന്നു, അകർത്തൃ കർത്താവല്ലാത്തവനെ കുറിച്ച്, സഹ അവൻ, നഹി പ്രഭുവല്ല. അപ്പൊ കർമ്മം ചെയ്തതുകൊണ്ട് ഫലമില്ല, ദൈവം ഫലം തരണം എന്ന് വാദിക്കുന്നവർ കർമ്മം ചെയ്യാൻ സാമർഥ്യമില്ലാത്ത മടിയന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ സ്വയം കർമ്മഫലത്തിന് കീഴടങ്ങാതെയും അന്യജീവന്മാർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കൊടുക്കാൻ സമർത്ഥനുമായിരിക്കുന്ന ഈശ്വരൻ ഒരുവൻ ഉണ്ടെങ്കിൽ അവന് കർമ്മകർത്താവിന് മാത്രമേ ഫലം കൊടുക്കാൻ സമർത്ഥനായി വരികയുള്ളൂ. അതായത് ഫലം കൊടുക്കാൻ കർമ്മത്തിന് ശക്തിയില്ലെങ്കിൽ ഈശ്വരനും ശക്തിയില്ല എന്ന് പറയുകയാണ്. കർമ്മം ജഡമാണെങ്കിൽ ഈശ്വരൻ അസ്വതന്ത്രനാണ്. കർമ്മം ചെയ്തവന് അതിനനുസരിച്ച ഫലം മാത്രം ഭഗവാൻ കൊടുക്കുന്നു. അപ്പൊ കർമ്മ കർത്താവിനെ ഈശ്വരൻ ആശ്രയിക്കുന്നു. അപ്പൊ ഈശ്വരൻ ഫലം തരണമെങ്കിൽ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം. അപ്പോൾ നമ്മൾ കർമ്മം ചെയ്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. കർമ്മത്തിനനുസരിച്ചുള്ള ഫലമാണ് കിട്ടുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുകന്നേ വരൂ. രാമായണം പറയും. അപ്പോൾ താൻ ഓരോരുത്തരും എന്തൊക്കെ കർമ്മം ചെയ്യുമോ അതിനനുസരിച്ചുള്ള ഫലമാണ് അവർക്ക് കിട്ടുന്നത്. അസ്തി ചേതീശ്വര കശ്ചിത് ഫലരൂപന്യ അകർമ്മണാം കർത്താരം ഭജതേ സോപി നഹി അകർത്തൃ പ്രഭുഹി സഹ. ശ്ലോകം 15. കിം ഇന്ദ്രേണേഹ ഭൂതാനാം സ്വസ്വകർമാനുവർത്തിനാം അനീശേന അന്യഥാ കർത്തൃം സ്വഭാവവിഹിതം നൃണാം. കിം ഇന്ദ്രേണ ഇഹ ഭൂതാനാം സ്വസ്വകർമ്മ അനുവർത്തിനാം അനീശേന അന്യഥാ കർത്തൃം സ്വഭാവവിഹിതം നൃണാം. ഇഹ ഇവിടെ നൃണാം മനുഷ്യരുടെ സ്വഭാവവിഹിതം പൂർവജന്മ കർമ്മ സംസ്കാരത്താൽ ചെയ്യപ്പെടുന്നതിനെ അന്യഥ മറ്റൊരു വിധത്തിൽ കർത്തൃം ചെയ്യാനായിക്കൊണ്ട് അനീശേന അസമർത്ഥനായിരിക്കുന്ന ഇന്ദ്രനെ കൊണ്ട് സ്വസ്വകർമാനുവർത്തിന അവരവരുടെ കർമ്മഫലത്തെ അനുസരിച്ച് കഴിഞ്ഞുകൂടുന്ന ഭൂതാനം പ്രാണികൾക്ക് കിം എന്തു ഫലം. അപ്പോൾ ഓരോരുത്തരെ അവരവരുടെ കർമ്മത്തിനനുസരിച്ചാണ് ഇവിടെ ജന്മം കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇന്ദ്രനെ കൊണ്ട് എന്ത് ആണ് ചെയ്യാൻ സാധിക്കുന്നത്? ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവരവരുടെ കർമാനുസാരമായ ഫലം
കൊടുക്കാതിരിക്കാനോ അതിനെ അതിക്രമിച്ച ഫലം കൊടുക്കാനോ ഇന്ദ്രന് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ദ്രനെ ആരാധിക്കുന്നത് കൊണ്ട് ഒരു ഫലവുമില്ല. അപ്പൊ കർമ്മത്തിൽ നിന്നാണ് ഫലം സിദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? കർമ്മത്തിനെ വേണം ആരാധിക്കേണ്ടത്. അല്ലാതെ ഇന്ദ്രനെ അല്ല എന്ന് പറയുകയാണ്. കിം ഇന്ദ്രേണേകഭൂതാനാം സ്വസ്വകർമാനുവർത്തിനാം അനീശേന അന്യഥാ കർത്തൃം സ്വഭാവവിഹിതം നൃണാം. ശ്ലോകം 16. സ്വഭാവതന്ത്രോ ഹി ജന സ്വഭാവമനുവർത്തതേ സ്വഭാവസ്ഥമിദം സർവം സ്വദേവാസുരമാനുഷം. സ്വഭാവതന്ത്രഃ ഹി ജനഃ സ്വഭാവം അനുവർത്തതേ സ്വഭാവസ്ഥ ഇദം സർവം സദേവ അസുരമാനുഷം. ജനഃ ലോകം സ്വഭാവതന്ത്രഃ ഹി സ്വഭാവ അധീനം തന്നെ. അതായത് സർവപ്രാണികളും സ്വഭാവത്തിന് കീഴടങ്ങിയവർ ആണ്. അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് അവരവർ കർമ്മം ചെയ്യുന്നത്. സ്വഭാവത്തെ അനുവർത്തത അനുസരിക്കുന്നു. സ ദേവാസുര മാനുഷം. ദേവന്മാരോടും അസുരന്മാരോടും മനുഷ്യന്മാരോടും കൂടിയ ഇതം സർവം, ഈ കാണപ്പെടുന്നതൊക്കെ സ്വഭാവസ്ഥം, സ്വഭാവത്തിൽ ഇരിക്കുന്നു. അപ്പൊ ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ ഉൾപ്പെടെയുള്ള സർവ ലോകനിവാസികളും സ്വഭാവത്തിൽ നിന്ന് തെറ്റാതെ അതിന് കീഴടങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അസുരന്മാർ ആ പ്രവൃത്തി കാണിക്കാൻ കാരണം എന്താണ്? അവരുടെ സ്വഭാവം തന്നെയാണ്. അതിനാൽ സംസ്കാര നിമിത്തം പ്രാണിവർഗത്തിന് പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ടി വരുന്നു. ഇതില് ഭഗവാന് യാതൊരു അധികാരവും ഇല്ല. അപ്പൊ കർമ്മത്തിനനുസരിച്ച് മാത്രമേ എല്ലാ പേർക്കും ഫലം സിദ്ധിക്കുകയുള്ളൂ. ഇതിൽ ഇന്ദ്രന് യാതൊരു അധികാരവും ഇല്ല. സ്വഭാവതന്ത്രോ ഹി ജന സ്വഭാവമനുവർത്തതേ സ്വഭാവസ്ഥമിദം സർവം സദേവാസുരമാനുഷം. ശ്ലോകം 17. ദേഹാനുച്ഛാ അവജാൻ ജന്തു പ്രാപ്യോ ഉത്സൃജതി കർമ്മണ ശത്രുമിത്രം ഉദാസീന കർമ്മൈവ ഗുരുരീശ്വരഃ. ദേഹാൻ ഉച്ചാവചാൻ ജന്തുഃ പ്രാപ്യ ഉത്സൃജതി കർമ്മണ ശത്രുഃ മിത്രം ഉദാസീനഃ കർമ്മ ഏവ ഗുരുർ ഈശ്വരഃ. ജന്തു കർമ്മണ കർമ്മം കൊണ്ട് ഉച്ച അവജാൻ ഉത്കൃഷ്ടങ്ങളോ നികൃഷ്ടങ്ങളോ ആയ ദേഹാൻ ശരീരങ്ങളെ പ്രാപിച്ചിട്ട് അവരവരുടെ കർമ്മത്തിനനുസരിച്ച് പുണ്യമോ പാപമോ അനുസരിച്ച് അവർ ഉത്കൃഷ്ടമായ ജന്മമോ അല്ലെങ്കിൽ നീചങ്ങളായ ജന്മമോ ഉണ്ടാകുന്നു. അതായത് പുണ്യം കൂടിയാൽ ദേവന്മാരായും പുണ്യവും പാപവും ഒരുപോലെ ആയാൽ മനുഷ്യരായും പിന്നെ പാപം കൂടിയാൽ അതിന് താഴെയുള്ള നികൃഷ്ട ജീവികളായിട്ടോ അല്ലെങ്കിൽ വൃക്ഷങ്ങളായിട്ടോ മറ്റു പുഴുക്കളോ മറ്റു ജീവികളോ മൃഗങ്ങളോ ആയിട്ടോ ജനിക്കുന്നു. അപ്പോൾ അവരവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഉത്കൃഷ്ടമായ ജീവനോ അല്ലെങ്കിൽ നികൃഷ്ടമായ ജീവനോ ദേഹാൻ ശരീരങ്ങളെ പ്രാപിച്ചിട്ട് ഉത്സൃജിത ആ ശരീരത്തെ പ്രാപിച്ച് അവരവരുടെ കർമ്മം ചെയ്തതിന് ശേഷം കർമ്മങ്ങൾ അനുഭവിച്ചതിന് ശേഷം പിന്നെ ആ ദേഹത്തെ ഉപേക്ഷിക്കുന്നു. ശത്രുവും മിത്രം ബന്ധുവും ഉദാസീനനും ഗുരുവും ഈശ്വരനും കർമ്മയേവ കർമ്മം തന്നെ. അപ്പോൾ ഒരുവന് ശത്രുവും മിത്രവും ഉദാസീനനും ഗുരുവും ഈശ്വരനും അവന്റെ കർമ്മം തന്നെയാണ്. കർമാനുസരണം അല്ലാതെ ഒരുവനും ഒരു ഫലവും
ഈശ്വരൻ കൊടുക്കുകയില്ല. ഇനി കർമ്മം എവിടെ നിന്നുണ്ടാകുന്നു? അവരുടെ സ്വഭാവത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്നു. ദേഹാൻ ഉച്ചാവചാൻ ജന്തു പ്രാപ്യോ ഉത്സൃജതി കർമ്മണ ശത്രുമിത്ര ഉദാസീന കർമ്മൈവ ഗുരുരീശ്വരഃ. ശ്ലോകം 18. തസ്മാത് സംപൂജയേത് കർമ്മ സ്വഭാവസ്ഥ സ്വകർമ്മകൃത് അഞ്ജസായേന വർത്തേത തത് ഏവാസ്യ ഹി ദൈവതം. തസ്മാത് സംപൂജയേത്, തസ്മാത് അതുകൊണ്ട്, സംപൂജയേത് കർമ്മഃ സ്വഭാവസ്ഥഃ സ്വഭാവത്തിൽ ഇരിക്കുന്നവനായി, സ്വകർമ്മകൃത് സ്വവ്യാപാരത്തെ ചെയ്യുന്നവനായി, കർമ്മത്തെ സംപൂജയെ നന്നായി മാനിക്കണം. ഏന ഏതൊന്നിനാൽ, വർത്തതെ തത് ഏവ അസ്യ എന്നാണ്. അതിനാൽ അഞ്ജസം സുഖമായിട്ട്, വർത്തേത ഉപജീവിക്കുമോ, അസ്യ ഇവന്, തത് ഏവ അത് തന്നെ ദൈവം. അപ്പോൾ എല്ലാം കർമ്മത്തിന് അധീനമായിരിക്കുന്നു. അപ്പോൾ ഏതൊരുവൻ കർമ്മത്തിനനുസരിച്ചായി ഏത് ജന്മം പ്രാപിക്കുന്നുവോ ആ അവസ്ഥയിൽ കർമ്മം ചെയ്യാൻ സാധിക്കുമോ ആ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ കർമ്മത്തെ ബഹുമാനിക്കണം. അപ്പം നമുക്ക് ഏത് കർമ്മമാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് ആ കർമ്മം തന്നെ ചെയ്യണം. ആ കർമ്മത്തെ ബഹുമാനിക്കണം. ദൈവത്തെ ആരാധിച്ചാൽ ദൈവം പ്രസാദിച്ച് ഫലം തരും എന്നുള്ള അഭിപ്രായമാണ് ബലമായിട്ടുള്ളതെങ്കിൽ അതും ആലോചിച്ച് പ്രവർത്തിക്കണം. വിചാരപൂർവമല്ലാതെ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ഫലസിദ്ധി ഉണ്ടാകുകയില്ല. അപ്പോൾ ഏതൊരു ദേവതാവിശേഷത്തിൻ്റെ സഹായത്താൽ ഒരുവൻ സുഖത്തോടെ ജീവിക്കുന്നുവോ ആ ദേവതയാണ് അവൻ്റെ ദൈവം. അപ്പം അങ്ങനെ കർമ്മത്തെ അനുസരിച്ച് ജീവിക്കുക. തസ്മാ സംപൂജയേ കർമ്മ സ്വഭാവസ്ഥ സ്വകർമ്മകൃത് അഞ്ജസായേന വർത്തേത തദേവാസ്യ ഹി ദൈവതം. ശ്ലോകം 19. ആ ജീവ്യേകതരം ഭാവം യസ്ത്വന്യ ഉപജീവതി ന തസ്മാത് വിന്ദതേ ക്ഷേമം ജാരം നാര്യ അസ്തി യഥാ. ആ ജീവ്യ ഏകതരം ഭാവം യഹ തു അന്യം ഉപജീവതി ന തസ്മാത് വിന്ദതേ ക്ഷേമം ജാരം നാരി അസ്തി യഥാ. ഏകതരം ഭാവം, ഒരു ഭാവത്തെ ആശ്രയിച്ച് ജീവിച്ചിട്ട് യഹ തു യാതൊരുത്തനാവട്ടെ അന്യം മറ്റൊന്നിനെ ഉപജീവതി സേവിക്കുന്നു, സഹ അവൻ, അസതീ നാരി പാതിവൃത്യമല്ലാത്ത സ്ത്രീ, ജാരമെത ജാരനെ സേവിച്ചിട്ടെന്ന പോലെ, തസ്മാൻ അതിൽ നിന്നും ക്ഷേമം സൗഖ്യത്തെ ന വിന്ദതേ പ്രാപിക്കുന്നില്ല. അതായത് ഓരോരുത്തർക്ക് എന്തൊക്കെ ധർമ്മം അല്ലെങ്കിൽ കർമ്മം വിധിച്ചിട്ടുണ്ടോ ആ കർമ്മം തന്നെ ചെയ്യണം. അല്ലാതെ മറ്റൊരുവൻ ചെയ്യുന്ന കർമ്മത്തെ തൻ്റെ കർമ്മമായി വിചാരിച്ച് ചെയ്താൽ അതെങ്ങനെയിരിക്കും? ഒരു സ്ത്രീ, പാതിവൃത്യമില്ലാത്ത സ്ത്രീ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു തന്നെ പ്രാപിക്കുന്നത് പോലെയാവും. അപ്പോൾ അവരവരുടെ ധർമ്മം തന്നെയാണ് അനുഷ്ഠിക്കേണ്ടത്, മറ്റൊരുവൻ്റെ ധർമ്മമല്ല അനുഷ്ഠിക്കേണ്ടത് എന്ന് പറയുകയാണ്. ഒരുവനെ അല്ലെങ്കിൽ ഒരു ദൈവത്തെ സേവിക്കുകയും ആ ദേവനിൽ സംതൃപ്തി ജനിക്കാതെ മറ്റൊരു ദേവനെ ആരാധിക്കുകയും ചെയ്താൽ ആ രണ്ടാമത് സേവിക്കുന്ന ദേവൻ ആദ്യം സേവിച്ച ദേവനെ ഉപേക്ഷിച്ച ഇവനെ പൂർണ്ണമായും വിശ്വസിച്ച് സേവിക്കുകയില്ല, അവന് ക്ഷേമവും നൽകുകയില്ല. അത് ഒരു സ്ത്രീ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റ് ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നത് പോലെയാണ്. അപ്പോൾ അവൾ യഥാർത്ഥത്തിൽ ആരെയും സ്നേഹിക്കുന്നില്ല, ഒരുവനെ ഉപേക്ഷിച്ച് മറ്റൊരുവനെ സ്വീകരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പുരുഷൻ ഒരിക്കലും സ്വസ്ഥത കിട്ടുകയില്ല. അപ്പോൾ അവർക്ക് സ്വധർമ്മമാണ്, അവനവന് എന്ത് വിധിച്ചിട്ടുണ്ടോ ആ ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്. അല്ലാതെ മറ്റവൻ ഇന്നത് ചെയ്യുന്നു, വേറൊരുത്തൻ വേറൊന്ന് ചെയ്യുന്നു എന്ന് നോക്കി അങ്ങനെ അവരവരുടെ പിറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു ധർമ്മത്തിൽ തന്നെ ഉറച്ച് വിശ്വസിക്കുക, അവരവരുടെ ധർമ്മം തന്നെ ചെയ്യുക. ആ ജീവ്യേകതരം ഭാവം യസ്ത്വന്യ ഉപജീവതി
ന തസ്മാത് വിന്ദതേ ക്ഷേമം ജാരം നാര്യ അസതീയതാം. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? നന്ദഗോപരോട് ഉപദേശ രൂപത്തിൽ പറയുകയാണ്. ഭഗവാന്റെ ഉപദേശം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം പഠിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി 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 സ്മരണ കരോ. ഹരിചരണ കമല ധ്യാന കരോ. മുരളി മാധവ സേവാ കരോ. മുരഹര ഗിരിധാരി സ്മരണ കരോ. മുരഹര ഗിരിധാരി സ്മരണ കരോ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.